KLIBF 2025 തിരശ്ശീല വീഴുകയാണ്. എന്നാൽ ഓരോ വർഷവും ഈ ഉത്സവം മനുഷ്യ മനസ്സുകളിൽ കൊളുത്തിവെക്കുന്ന തീ അണയാതെ കിടക്കുന്നു. മനുഷ്യന്റെ അത്ഭുത സൃഷ്ടി പുസ്തകം. 7 വേദികളിലുമായി നോൺ സ്റ്റോപ്പ് പരിപാടികൾ. കഥയുടെയും കവിതയുടെയും ഒപ്പം നടന്ന് വേദി 2. 250ഓളം പ്രസാധകർ, ലക്ഷക്കണക്കിന് സന്ദർശകർ. പുസ്തകങ്ങൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടുകൾ, മനസ്സും വയറും നിറച്ച് രുചിയിടങ്ങൾ. 7 ദിവസമായി നീണ്ടുനിന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം സമാപിച്ചു. പ്രശസ്ത സിനിമാ താരം പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത ശ്രീലങ്കൻ സാഹിത്യകാരി VV പത്മസീലി മുഖ്യാതിഥിയായി. Good evening, everyone. It's an honor to inaugurate this validation session. I have traveled across the world. I have attended, spoken in many literary festivals and book festivals. In fact, all of them make joke of me that I'm adopted son of Kerala. Because this is a season of festivals. I am in KLF, I am in Mathrubhumu, I was in Wayanad. There's an international theatre festival, I come here. But this I was supposed to come last year. Kerala Legislature International Book Festival. It's very, very unique, and the naughty man in me has a smile on his face. Because we know what legislatures are in this country, what they are famous for in this country. Dethroning governments, fighting scams, discussion about it. But to see a legislative council, or legislature, members of the legislature and the government, to have a book fair. And as I walked in today, it was so heartening to see young kids sitting in the gallery. ഈ ചടങ്ങിൽ കർണാടകയുടെ സ്പീക്കർ ശ്രീ UT ഖാദർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തവണത്തെ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ നമ്മളെ വിട്ടുപിരിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വേദി ഉണ്ടാക്കുകയും അവിടെ വെച്ച് ഏതാണ്ട് 30ഓളം സെഗ്മെന്റുകളിൽ വ്യത്യസ്ത വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചർച്ച സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ 7 ദിവസങ്ങളിലായി ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ നിയമസഭാ പുസ്തകോത്സവം കാണാനും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനും വന്നു എന്നുള്ളതാണ് ഈ പുസ്തകോത്സവത്തിന്റെ പ്രത്യേകത. കേരള നിയമസഭയെ കുറിച്ച് സ്വാഗതം പറയുമ്പോൾ സൂചിപ്പിച്ചു, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹൈലി സ്റ്ററൈലായ ഒരു ഏരിയയാണ്. അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ഐഡന്റിറ്റി കാർഡും പാസും എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ 7 ദിവസങ്ങളിൽ ആൾക്ക് കടന്നു വരാൻ എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ലിറ്റററി ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കുന്നത്. കെട്ടിറങ്ങാത്ത തരത്തിൽ നമ്മുടെ സഹൃദയരെ ഒരുമിച്ച് അണിചേർക്കാൻ വായനയുടെ സാഹിത്യത്തിന്റെ സർഗാത്മക ലഹരിയിൽ മുക്കിക്കളഞ്ഞു ഈ ഒരാഴ്ച നമ്മുടെ ഈ മേള എന്ന് പറയാതെ വയ്യ. മേളയെക്കുറിച്ച് വിലയിരുത്തുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഇത്തവണത്തെ പുസ്തകോത്സവം വളരെ മെച്ചപ്പെട്ട നിലയിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യവും ഓരോ തവണയും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തി പോന്നിട്ടുള്ളത്. എന്നാൽ ഇത്തവണ കുറച്ചുകൂടെ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന പ്രോഗ്രാമുകൾ വെച്ച് പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുത്താനും പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനും കഴിയുന്ന തരത്തിലേക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ഇത്തവണ പരിശ്രമിച്ചത്. എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കഴിഞ്ഞ 2 തവണ ഉള്ള അന്താരാഷ്ട്ര പുസ്തകോത്സവത്തേക്കാൾ കുറച്ചുകൂടെ ഇത്തവണ മെച്ചമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകൾ ഇവിടെ സന്ദർശിക്കാനും പുസ്തകങ്ങൾ വാങ്ങാനും ഇടയായിട്ടുണ്ട് എന്നാണ് പല ബുക്ക് സ്റ്റാളുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന അനുഭവം. ഏറ്റവും നന്നായിട്ട് പോകുന്നുണ്ട്. മാറി വരുന്ന മാധ്യമ പ്രവർത്തനങ്ങളിലും അച്ചടി മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഓൺലൈൻ ന്യൂസുകളുടെ ഈ കാലഘട്ടത്തിലും വിശദ വിവരങ്ങൾക്ക് നാം ആശ്രയിക്കുന്നത് അച്ചടി മാധ്യമങ്ങളെയാണ്.
പുസ്തകോത്സവ വേദി 2-ൽ അച്ചടി മാധ്യമത്തിന്റെ ആയുസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോസ് പനച്ചിപ്പുറം. വായന മരിക്കുന്നു എന്ന് ഒരു 10-30 വർഷം മുമ്പ് മുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം വായന മരിച്ചിട്ടില്ല. വായന എന്ന് പറയുന്നത് പത്രവായനയല്ല, പൊതുവെയുള്ള വായന മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് തന്നെയല്ല, വായന വർദ്ധിക്കുകയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, എല്ലാ സർവേകളിലും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പത്രങ്ങൾ ഒരുപക്ഷെ പുതിയ ജനറേഷൻ പത്രം കൈ കൊണ്ടു നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ പത്രങ്ങളുടെ സർക്കുലേഷൻ ക്രമേണ കുറഞ്ഞു വരുമായിരിക്കും. കുറയുകയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ സർക്കുലേഷൻ കൂടുകയാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും പുതിയ സാക്ഷരരായിട്ടുള്ള പുതിയ ആളുകൾ അവർ വായനയിലേക്ക് വരുന്നു, പത്രം വായനയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സർക്കുലേഷൻ കൂടുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അതും ക്രമേണ കുറഞ്ഞു കൂടുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമുക്കറിയാം, മുമ്പ് ഇവിടെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ എല്ലാ മീഡിയയുടെയും ഒരു കൺവേർജൻസ് ആണ് വരുന്നത്. അതായത് സോഷ്യൽ മീഡിയ കണ്ട ഒരു കാര്യം അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി പലപ്പോഴും പത്രങ്ങളെ ആശ്രയിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ നമുക്കൊക്കെ പത്രം ഓഫീസിൽ അറിയാവുന്നതാണ്, ടി വിയിൽ ഇപ്പോൾ ആളുകൾ വിളിച്ചു ചോദിക്കും, ആലപ്പുഴയിൽ നാളെ അവധിയാണെന്ന് ടി വിയിൽ പറഞ്ഞതായിട്ട് കേൾക്കുന്നു, ശരിയാണോ എന്ന് ചോദിക്കും. എന്താ അങ്ങനെ ചോദിക്കുന്നത്? അത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴാണ് അവർക്കത് ബോധ്യമാകുന്നത്. അത് ഓതൻറ്റിക് ആണെന്ന് അവർക്ക് തോന്നുന്നത് അപ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു പരസ്പരം സഹകരിക്കുന്ന സഹായിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഒരു മ്യൂച്വലി ബെനിഫിഷ്യലായ ഒരു മീഡിയ അന്തരീക്ഷം വരും. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയ, അതിൻ്റെ ഭാഗമാണ് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്, ടി വി അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാം കൂടെ ഇത് കൺസ്യൂം ചെയ്യുന്ന നമ്മുടെ ഓഡിയൻസിൽ ചില ആളുകൾ ടി വി മാത്രം നോക്കുന്നു, ചില ആളുകൾ ഓൺലൈൻ നോക്കുന്നു, ചില ആളുകൾ സോഷ്യൽ മീഡിയ പറയുന്നത് മാത്രം കേൾക്കുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് അവരെ ചിലപ്പോൾ പ്രിൻ്റ് ഒന്ന് റെഫർ ചെയ്യുന്നു. അപ്പം ഈ പ്രിൻറ്റിനെ എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് പോലെ നോക്കുമ്പോൾ അതിനൊരു റെലവൻസ് ഇല്ലാതാവുന്നില്ല. അതിൻ്റെ വളർച്ചയുടെ ആ ഒരു തോത് കുറയുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഒരു വെരിഫൈഡ് മീഡിയം എന്നുള്ളത് ഇപ്പോഴും പ്രിൻ്റാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇപ്പോഴും നമ്മൾ അതിൻ്റെ അന്ത്യകാലമായി എന്ന് പറയാൻ നമ്മൾ ധൈര്യപ്പെടാത്തത്. AI-യുടെ വളർച്ച വലിയ രീതിയിൽ മാധ്യമരംഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഒരു മനുഷ്യന്റെ ക്രിയാത്മകവും സർഗാത്മകവുമായ കഴിവിനെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒരു മെഷീനെ കൊണ്ടും സാധിക്കില്ല. പുസ്തകോത്സവ വേദി 2-ൽ അച്ചടി മാധ്യമത്തിന്റെ ആയുസ് എന്ന വിഷയം കൈകാര്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകനും കേരള മീഡിയ അക്കാദമി ചെയർമാനുമായ RS ബാബു. അപ്പോൾ അതിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം സാധ്യതകളെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിന് പുറമെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ആളുകൾ പത്രവായനയിൽ നിന്നും അവർ മാറി നിൽക്കുന്നു. ഒരു വീട്ടിൽ പത്രം വന്നാൽ പത്രം കാണേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ഘടകം നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ്. അവർ വിശ്വാസ്യതയില്ലാത്ത വാർത്ത ഒരു 5 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണല്ലോ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വായിക്കത്തില്ല. പത്രവായനയിൽ നിന്നും ആളുകൾ അകലും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലേ, ഞാൻ പറഞ്ഞ നമ്മുടെ ഈ അച്ചടി മാധ്യമങ്ങളോ ഒന്നും ഇല്ല, നാളെ ഇപ്പോൾ ഇല്ലാതായി പോകുന്നതിൻ്റെ പ്രശ്നമേ ഇല്ല. കേരളത്തിൽ തന്നെ അച്ചടി മാധ്യമങ്ങളുടെ സർക്കുലേഷനകത്ത് അത്ര വലിയ ഇടിവൊന്നും ഉണ്ടായിട്ടില്ല. ഈ 1957 EMSൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്തേക്ക് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളുടെയും കൂടി സർക്കുലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 ഉള്ളൂ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷത്തിലധികം ഉണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ താഴേക്ക് പോകുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഈ മാധ്യമങ്ങൾ നിലനിൽക്കും. പക്ഷേ മാധ്യമങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഒരു ജനസൗഹൃദപരമായിട്ട് ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാധ്യമങ്ങളാകണം, ന്യൂസ് പേപ്പറുകളാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് മീഡിയ അക്കാദമി യഥാർത്ഥത്തിൽ ഈ മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ചില സംരംഭങ്ങൾ കൂടിയുള്ള ആലോചനകൾ സ്വാഭാവികമായിട്ടും നമ്മൾ നടത്തും. അതിൽ ഈ പറഞ്ഞ പുതിയ സാങ്കേതിക വിദ്യകൾ ഏതൊക്കെ തരത്തിലേക്ക് മീഡിയയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യത്തിനകത്തൊരു ആലോചന നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല AI-യുടെ ടൂൾസ് നിലവിലുള്ള വർക്കിംഗ് ജേർണലിസ്റ്റുകൾക്ക് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ ഈ വർഷം നമ്മൾ
സംഘടിപ്പിക്കുകയും ചെയ്യും. മാധ്യമലോകത്തിൻ്റെ വരാനിരിക്കുന്ന വലിയൊരു പേടി തന്നെയാണ് അച്ചടി മാധ്യമങ്ങളുടെ ആയുസ് എന്നത്. നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹിബ സനയ്ക്കും അപർണ ചന്ദ്രനുമൊപ്പം ദൃശ്യ. സ്ത്രീ ശബ്ദം ഒരു പ്രചോദനമാണ്. അത് ധൈര്യത്തിൻ്റെയും അവകാശത്തിൻ്റെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. ഇത് കേവലം ശബ്ദമല്ല, മാറ്റത്തിൻ്റെയും അവകാശത്തിൻ്റെയും ശബ്ദമാണ്. സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശബ്ദമാണ്. പെൺശബ്ദങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് വേദി 1 നടന്ന പാനൽ ഡിസ്കഷൻ വേറിട്ടു നിന്നു. കുടുംബം എന്ന സങ്കല്പത്തിനകത്തു പിടയുന്ന സ്ത്രീ ജീവിതത്തിന്റെ ദൈന്യതകൾ യാഥാസ്ഥിതികമായി അവതരിപ്പിച്ച ആകാശഭൂമികളുടെ താക്കോൽ എന്ന പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ സ്ത്രീ ജീവിതത്തെക്കുറിച്ച് എഴുത്തുകാരി BM സുഹറ സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ബഹുലമായിരുന്നു ഓരോ ദിവസവും. അപ്പോൾ ഈ സ്ത്രീകളുടെ കണ്ണീരെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ ഇല്ല. ആ കണ്ണീര് ഇങ്ങനെ രേഖപ്പെടുത്തിയപ്പോഴാണ് കിനാവ് വന്നത്. അപ്പോൾ അത് 1980-കളിലാണ് അത് എഴുതിയത്. അതിങ്ങനെ എഴുതി കഴിഞ്ഞപ്പം പിന്നെ നോക്കിയപ്പം കാലം മാറുന്നതിനനുസരിച്ച് മുസ്ലിം ജീവിതത്തിൽ ഒരുപാട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഉണ്ണിയാർച്ച, ജാൻസി റാണി, ക്യാപ്റ്റൻ ലക്ഷ്മി മുതൽ ഇന്ന് മലാല വരെ എത്തി നിൽക്കുന്ന ചരിത്രത്തിലെയും സമകാലികത്തിലെയും പെൺകരുത്തിൻ്റെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും വെളിച്ചത്തിൽ പെൺകരുത്തിൻ്റെ ശബ്ദങ്ങൾ എന്ന വിഷയത്തിൽ മുൻ ആരോഗ്യമന്ത്രിയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ PK ശ്രീമതി ടീച്ചർ സംസാരിച്ചു. സമൂഹത്തിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരാത്തിടത്തോളം പത്തനംതിട്ടയിലെ ആ 13 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള ദുർഗതി പലർക്കും ഉണ്ടാവും. അതുകൊണ്ട് പൊരുതുക, പ്രതികരിക്കുക. ശബ്ദമില്ലാത്തവരല്ല സ്ത്രീകൾ. ശബ്ദം എടുക്കണം, ശബ്ദം ശക്തിയായിട്ട് എടുക്കണം. അതിനനുസരിച്ച് പൊരുതുകയും വേണമെന്നുള്ളതാണ് നമുക്ക് കൊടുക്കാനുള്ള സന്ദേശം. ശാസ്ത്രരംഗത്തെയും ശാസ്ത്ര ഗവേഷണ രംഗത്തെയും സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ച് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിലെ പ്രൊഫസറും ശാസ്ത്രജ്ഞയുമായ ഡോക്ടർ അനു ഗോപിനാഥ് സംസാരിച്ചു. സമൂഹത്തിലെ 50% സ്ത്രീകളും പുരുഷന്റെ പിൻബലമില്ലാതെ ജീവിച്ച് വിജയിച്ചിരിക്കുന്നവരാണെന്ന് ഷീബ അമീർ അഭിപ്രായപ്പെട്ടു. പ്രമുഖ സാമൂഹിക പ്രവർത്തകയും സോലസ് ഓർഗനൈസേഷൻ സ്ഥാപകയുമാണ് ഷീബ. വേദി 1 പരിപാടിക്ക് ശേഷം കേരള മീഡിയ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഷീബ മറുപടി നൽകി. ഓക്കെ മാം, നമ്മൾ പെൺകരുത്തിൻ്റെ ശബ്ദങ്ങളാണല്ലോ, പക്ഷെ പലപ്പോഴും പെൺശബ്ദങ്ങൾ ഇടറാറുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത്തരം ഇടർച്ച ഉണ്ടാവാറുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ ഒട്ടും ഇടറാതെ കഴിഞ്ഞ 17-18 വർഷമായിട്ട് സുഖമില്ലാത്ത കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ശബ്ദമിടറാതെ കാലിടറാതെ ശക്തമായിട്ട് നിന്നൊരു സ്ത്രീയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഇടറിയാൽ കഴിഞ്ഞു കാര്യം. അപ്പോൾ നമ്മൾ ഒരിക്കലും തളരാതെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. ഒരു സ്ത്രീ ശബ്ദമുയർത്താൻ ശ്രമിക്കുകയും അത് കഴിഞ്ഞ് ആ ശബ്ദം ഇടറുകയും ചെയ്താൽ കഴിഞ്ഞു കാര്യം. അപ്പോൾ ശബ്ദം ഉയർത്തിയാൽ മാത്രം പോരാ, ആ യാത്രയിൽ ഒരിക്കലും ശബ്ദം ഇടറാതെ നിൽക്കുകയും വേണം. നമ്മൾ സ്ത്രീകളെ ആയിക്കോട്ടെ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ആയിക്കോട്ടെ ചേർത്ത് നിർത്തുക എന്നുള്ളത് അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണോ അതോ ഓരോ മനുഷ്യൻ്റെയും സാമൂഹ്യ ഉത്തരവാദിത്വമാണോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ സോലസ് പോലുള്ള ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സംഘടന കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ മുന്നിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നത്, അല്ലെങ്കിൽ അവരെ നമ്മളൊന്ന് കൈകൊടുത്ത് നമ്മൾ ഉയർത്താൻ ശ്രമിക്കുന്നത്, അതിനെ എങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞൊരു രണ്ടാം കിടയിലേക്ക് താഴ്ത്തുന്നത്? നമ്മൾ കാരുണ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവേണ്ട ഒരു ഭാവമാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഭാവമാണ് കാരുണ്യം. പക്ഷെ ആ കാരുണ്യം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് മനുഷ്യാവകാശ പ്രവർത്തനമാണ്. അത് ആക്ടിവിസം തന്നെയാണ്. അതായത് നമ്മുടെ മുന്നിൽ കാണുന്ന മനുഷ്യരെ നമ്മൾ അല്പമെങ്കിലും നമ്മൾ ജീവിക്കുന്ന അന്തസ്സിലേക്ക് പിടിച്ചുയർത്തുകയാണ്. അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ധാർമ്മികതയാണ്, ഓരോ മനുഷ്യനും ചെയ്തിരിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വളരെ നമ്മളൊരിക്കലും സൗകര്യപൂർവ്വമുള്ളൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മളൊരു ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല സോലസ് പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അവരുടെ കൂടെ അനുയാത്ര ചെയ്യാണ്, അവരുടെ കൂടെ യാത്ര ചെയ്യാണ്, എല്ലാ പരിക്കുകളും എല്ലാ വേദനകളും ഏറ്റുവാങ്ങിക്കൊണ്ട്. അത് ഡെഫിനറ്റ്ലി ആക്ടിവിസമാണ്, ഉത്തരവാദിത്തമാണ്, നമ്മളുടെ ധാർമ്മികതയാണ്. നമ്മളത് ഓരോ മനുഷ്യനും ചെയ്തിരിക്കേണ്ടതാണ്. പുസ്തകോത്സവത്തിന്റെ വേദി 2 നിന്ന് പ്രശസ്ത ശ്രീലങ്കൻ സാഹിത്യകാരിയും ഫിലോസഫറുമായ VV പത്മശീലയും യാത്രാപ്രേമിയും എഴുത്തുകാരിയുമായ
പുഷ്പകുറിപ്പും ചിൽഡ്രൻ റീഡിംഗ് ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്സ് എന്ന വിഷയത്തിൽ സാഹിത്യപ്രേമികളോട് സംസാരിച്ചു. തൻ്റെ ജീവിതാനുഭവങ്ങളും കുട്ടിക്കാലത്തെ സ്മരണകളും പത്മശ്രീ പങ്കുവച്ചു. തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും താൻ നേരിട്ട പ്രതിസന്ധികളിൽ നിന്നും വായന തൻ്റെ ജീവിതത്തെ എത്രത്തോളം മാറ്റിയെടുത്തുവെന്നും വായനയോടുള്ള തൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും പത്മശ്രീ സംസാരിച്ചു. തൻ്റെ വായന തേടിയുള്ള യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞു. പുസ്തകോത്സവത്തിന്റെ അവസാന ദിവസം വേദി 3-ൽ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അജയപുരം ജ്യോതിഷ് കുമാർ. പുസ്തകങ്ങൾ നൽകുന്ന ലോകം മറ്റൊരിടത്തും ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത ജ്യോതിഷിയും രചയിതാവുമാണ് അജയപുരം ജ്യോതിഷ് കുമാർ. വായനയ്ക്ക് വേണ്ടി ജീവിതത്തിൽ സമയം കണ്ടെത്തണമെന്നും ഒരു ദിവസം 10 പുസ്തകങ്ങൾ വായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ വളയാതെ നിൽക്കണമെങ്കിൽ വായനയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഏകാന്തതയിൽ വായിക്കുമ്പോൾ എഴുത്തുകാരൻ മാത്രമല്ല വായനക്കാരനും ഭാവനയുണ്ടാകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ സൂര്യൻ നമ്പൂതിരിപ്പാട് വയസ്സനായ അയാൾ വന്ന് വിദ്യാസമ്പന്നയായ സുന്ദരിയായ ഇന്ദുലേഖയെ സംബന്ധം ചെയ്തു കൊണ്ടുവരാൻ വരുമ്പോൾ ഇന്ദുലേഖ എതിർക്കുകയാണ് ഈ സംബന്ധം. ഒരുപക്ഷെ കേരളീയ അന്തരീക്ഷത്തിൽ അന്നൊക്കെ സാധ്യമല്ലാതിരുന്നൊരു കാര്യം നോവലിലൂടെ പറയുകയാണ്. ഒരു സ്ത്രീ വലിയ അധികാരവും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമുദായ അംഗത്തിന്റെ മുഖത്ത് നോക്കി എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു അനുഭവം ഒരു നോവലിലൂടെ വരികയാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വേറെ എഴുത്തുകാരനുണ്ട് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പുസ്തകം നാടകം. ഈ നാടകം എന്താണ് പറഞ്ഞത്? അന്തർജനങ്ങളുടെ ദുസ്ഥിതി. അന്തർജനങ്ങൾ ഇതേപോലത്തെ അവസ്ഥയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ വിധവകൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് എഴുതിയ നാടകമാണേത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആരെഴുതിയത്? VT ഭട്ടതിരിപ്പാട്. അപ്പൊ ഈ പുസ്തകങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തിയ പുസ്തകം. വേദി 3-ല് ഇന്ന് കുട്ടികളോടൊപ്പം ചേർന്നത് പ്രശസ്ത നടിയും എഴുത്തുകാരിയുമായ ശൈലജ P. അമ്പുവാണ്. രസകരമായ തമാശകൾ കൊണ്ടും നാടൻ പാട്ടുകൊണ്ടും കുട്ടികൾ പരിപാടി ആസ്വദിച്ചു. വേറൊരു സാധനമുണ്ട്. കൈതോല പായ വിരിച്ച് പിന്നെ ഈറ ഇങ്ങനെ ആക്കി ഉണ്ടാക്കും. കൈതോല പായ വിരിച്ചറിഞ്ഞൂടെ? കൈതോല കൈതോല അങ്ങോട്ട് പോയാ ഇവിടെ നിൽക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണേ ആ കൈതോല ഉണ്ട്. അപ്പൊ ആ പാട്ടാണ് പാടുന്നത്. എനിക്ക് വേണം പാവയ്ക്ക, എൻ്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക. കോർണറിൽ മായാജാലത്തിന്റെ നുറുങ്ങുവിദ്യകളുമായി പ്രശസ്ത മെന്റലിസ്റ്റ് പെർഫോമർ പ്രീത് അഴീക്കോട് കുട്ടികളെ വേദിയിലെത്തിച്ച് മായാജാലങ്ങൾ തുടങ്ങിയതോടെ കുരുന്നുമക്കൾ ആവേശത്തിലായി. നിരവധി വിദ്യാർത്ഥികളാണ് വേദിയിലേക്കെത്തിയത്. മാൻഡ്രേക്കിന്റെ കഥകൾ ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. ഗോപിനാഥ് മുതുകാടിനെ അനുകരിച്ചാണ് മാജിക്കുകൾ പഠിച്ചത്. ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ് പ്രകാരമുള്ള ഫാസ്റ്റസ്റ്റ് മൈൻഡ് റീഡർ എന്ന റെക്കോർഡ് തേടിയെത്തിയതോടെ നിരവധി സ്റ്റേജുകളിൽ ഷോകൾ അവതരിപ്പിക്കാനായി. പ്രേക്ഷകരെ ആസ്വദിപ്പിക്കാനായി സൈക്കോളജിക്കൽ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടിക്കാലം മുതലേ എൻ്റെ സൂപ്പർ ഹീറോ മാൻഡ്രേക്കാണ്. ഇപ്പോൾ മാൻഡ്രേക്കിൻ്റെ ഹിപ്നോട്ടിസം, മാജിക് ഇതൊക്കെ കണ്ട് വളർന്നുകൊണ്ട് മാജിക്കിനോട് ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു. പിന്നെ പടിപടിയായിട്ട് മാജിക്കിൻ്റെ ചില മെത്തേഡുകളൊക്കെ പഠിച്ചു, മാജിക് പെർഫോം ചെയ്തു തുടങ്ങി. പിന്നെ ഈ സൈക്കോളജിയും മാജിക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വിഭാഗം ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെയാണ്, മെൻ്റലിസം. അപ്പോൾ അത് തീർച്ചയായിട്ടും തുടക്കം മുതലേ ഹിപ്നോട്ടിസം, സൈക്കോളജി ഇതിനോടൊക്കെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനോട് പിന്നെ അതിൽ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യണം തോന്നി. അങ്ങനെയാണ് മെൻ്റലിസം എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വരുന്നത്. അപ്പം ഞാൻ തുടങ്ങുന്ന സമയത്ത് മെൻ്റലിസം അത്ര പോപ്പുലർ അല്ല, ഇന്ത്യയിൽ തന്നെ അധികം ആളുകൾക്ക് മെൻ്റലിസം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിദേശ മെൻ്റലിസ്റ്റുകളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് പരീക്ഷിച്ചിട്ടൊക്കെയാണ് മെൻ്റലിസത്തിലേക്ക് വരുന്നത്.
പിന്നെ 2014 മുതൽ ഇപ്പോൾ മാജിക് പ്ലാനറ്റ് തിരുവനന്തപുരത്ത് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാനറ്റ് ഓപ്പൺ ആയപ്പോൾ അവിടെ മെൻ്റലിസത്തിന് വേണ്ടി ഒരു വേദി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വേദിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതാണ് എൻ്റെ ലൈഫിലുള്ളൊരു വഴിത്തിരിവ്. അതാണ് ഞാൻ 2 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി 3 ഷോ എവറേജ് വെച്ചിട്ട് ചില സമയം 5-6 ഷോകളൊക്കെ ഉണ്ടാവും. അങ്ങനെ അവിടെ പെർഫോം ചെയ്യുമായിരുന്നു. അങ്ങനെ 2 വർഷം. പുസ്തകോത്സവത്തിൻ്റെ അവസാന ദിനമായ ഇന്ന് വേദി 1-ൽ ഓൺലൈൻ മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരം നൽകി. ഓൺലൈൻ മത്സര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പുസ്തകാസ്വാദനം, പദ്യപാരായണം, ഒരു കഥ പറയാം, കാർട്ടൂൺ മത്സരം എന്നീ വിഭാഗങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. സീനിയേഴ്സ് ലെവലിൽ ജിജി ജോർജ്, ഗായത്രി, പ്രവീൺ ജോസഫ്, അനൂപ് ശങ്കർ എന്നിവർക്ക് 1ാം സമ്മാനം ലഭിച്ചു. ജൂനിയേഴ്സ് ലെവലിൽ ലിയ സച്ചിൻ, ഹരിനാരായണൻ പി, റോസ്മരിയ സച്ചിൻ, അനാമിക രാജീവ് എന്നിവരും സബ് ജൂനിയേഴ്സ് ലെവലിൽ അന്ന തെരേസയും 1ാം സമ്മാനത്തിന് അർഹരായി. അക്ഷരങ്ങളുടെ ഉത്സവം ഇവിടെ അവസാനിക്കുന്നില്ല. അനന്തപുരിയുടെ മണ്ണിൽ പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പുമായി വീണ്ടും കാണാം. നിയമസഭാ മന്ദിരത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ ധീരജിനോടൊപ്പം മുഹമ്മദ് ഇസത്ത്, അമൃത സജീവ്.